ശ്രീ എൻ പി ചെക്കുട്ടി, ഇപ്പോൾ ടി പി കേസിലെ പ്രതികൾ അത് പാർട്ടിക്കാരായാലും പാർട്ടിക്കാരല്ലാത്തവരോടും എങ്ങനെയൊക്കെയാണ് സർക്കാർ കാണിച്ചിരുന്ന സമീപനം എന്നുള്ളത് പല ഘട്ടങ്ങളിലായി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ പക്ഷേ പാർട്ടി തെറ്റുതിരുത്തൽ നടപടികളിലേക്ക് കടക്കുകയാണ്. അതായത് തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച വിശകലനമൊക്കെ നടത്തിയിട്ട് ജനങ്ങളുടെ മനോഭാവം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഇനി ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലണം, ജനങ്ങളുടെ വിഷയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം, ജനങ്ങളെ കൂടുതൽ മനസ്സിലാക്കണം എന്നൊക്കെ ഒരു വിലയിരുത്തലേക്ക് പാർട്ടി വന്ന ശേഷം വരുന്ന വാർത്തയാണ്. അപ്പോൾ എന്താണ് ഈ മനസ്സിലാക്കൽ? ഇതിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി തന്നെ ചെയ്ത കാര്യമായിട്ടാണോ താങ്കൾ ഇതിനെ കാണുന്നത്? അങ്ങനെയാണെന്ന് കെ രമ പറയുന്നു. അല്ല, അതിൽ ഗൗരവമുള്ള ചില പ്രശ്നങ്ങളുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം CPM സംബന്ധിച്ചിടത്തോളം CPM വലിയൊരു പ്രതിസന്ധിയിൽ എത്തി നിൽക്കുന്ന സമയമാണ്. അവരുടെ ഭരണ സംവിധാനത്തെ സംബന്ധിച്ച്, മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്, പാർട്ടിയുടെ അടിമുടിയുള്ള അഴിമതിയെ സംബന്ധിച്ച്, ക്രിമിനൽ വൽക്കരണത്തെക്കുറിച്ച് ഒക്കെ തന്നെ ജനങ്ങളോട് വിശദീകരിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നൊരു സമയമാണ്. ഞങ്ങളിപ്പം ജനങ്ങളിലേക്ക് ഇറങ്ങുമെന്നാണ് MV ഗോവിന്ദൻ മാഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അങ്ങനെ ജനങ്ങളിലേക്ക് ഇറങ്ങാൻ പോകുന്ന സമയത്ത് ഞങ്ങളുടെ കാര്യം ആദ്യം ശരിയാക്കിയതിന് ശേഷം അത് നിങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങൽ എന്ന ഒരു സന്ദേശം അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഈ പ്രതികളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതികളെയല്ല യഥാർത്ഥത്തിൽ ഈ കേസിൻ്റെ പിന്നിലുള്ളത്. ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ആളുകളൊന്നും അവരുടെ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അവരുടെ ഏതെങ്കിലും ഒരു വൈരനിര്യാതന ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ വളരെ ബുദ്ധിമുട്ടി, വളരെ പാടുപെട്ട്, വളരെ സംഘടിതമായിട്ട് നടത്തിയ ഒരു ഗൂഢാലോചനയിലൊന്നും അല്ല ഈ കൊലപാതകം. അതിൻ്റെ യഥാർത്ഥത്തിലുള്ള കണ്ണികൾ, അതിൻ്റെ യഥാർത്ഥത്തിലുള്ള എന്താ പറയുക പ്രഭവ കേന്ദ്രം വളരെ ഉന്നതങ്ങളിലാണ്. CPM സംബന്ധിച്ചിടത്തോളം വളരെ ഉന്നത തലത്തിലുണ്ടായ ഒരു ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിൽ ഈ കൊലപാതകം നടന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ പറയുന്നു, ഞങ്ങളുടെ കാര്യം നിങ്ങൾ പരിഹരിച്ചതിന് ശേഷം നിങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങിയാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എതിരായിട്ടുള്ള ചില കാര്യങ്ങൾ പറയും എന്നുള്ളൊരു ഭീഷണിയുടെ സ്വരത്തിലുള്ള ഒരു മെസ്സേജ് പോയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അതുകൊണ്ടായിരിക്കണം വളരെ പെട്ടെന്ന് ഇവർക്ക് അനുകൂലമായിട്ടുള്ള നടപടിയെടുക്കാനും. അതല്ലാണ്ട് ഉദ്യോഗസ്ഥന്മാർ അവരുടെ ഇഷ്ടപ്രകാരം, അവരുടെ താല്പര്യപ്രകാരം ഒന്നും ചെയ്യില്ല. സർക്കാരിൽ നിന്ന്, ജയിൽ വകുപ്പിൻ്റെ തലപ്പത്തുള്ള ആളുകളിൽ നിന്ന് വളരെ കൃത്യമായ നിർദ്ദേശം നൽകപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇവരെ പിന്നെ സഹായിക്കാനുള്ള നീക്കം നടന്നത്. പക്ഷേ അങ്ങനെ ഒരു നീക്കം ഹൈക്കോടതിയുടെ കഴിഞ്ഞ ഒരു 3 മാസം മുമ്പ് ഹൈക്കോടതി വിധിയിൽ വളരെ കർശനമായിട്ട് പറഞ്ഞതാണ്. വളരെ കർശനമായിട്ടുള്ള നടപടികളാണ് ഹൈക്കോടതി. ശിക്ഷ വർദ്ധിപ്പിച്ചു. മാത്രമല്ല, നേരത്തെ വിട്ടുപോയ ചില ആളുകൾക്ക് പോലും അഡീഷണൽ ആയിട്ട് ശിക്ഷ കൊടുത്തു. അങ്ങനെ കർശനമായി കോടതിയുടെ നടപടിയെടുത്ത് ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ വീണ്ടും അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുകൊടുക്കാനുള്ള, അവരെ റിലീസ് ചെയ്യാനുള്ള നീക്കങ്ങൾ നടക്കണമെങ്കിൽ കോടതിയോടുള്ള ബഹുമാനക്കുറവല്ല, ഇവരോടുള്ള ബഹുമാനമാണ്, അല്ലെങ്കിൽ ഇവരോടുള്ള ഭയമാണ് യഥാർത്ഥത്തിൽ സർക്കാരിനെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടിയെ നയിക്കുന്നത്. വളരെ വ്യക്തമാണ്. CPM ചെന്നുവിട്ടിരുന്ന പ്രതിസന്ധി വളരെ രൂക്ഷമാണ്. കാരണം ക്രിമിനലുകൾ ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ദീർഘകാലമായിട്ട് ക്രിമിനലുകളുടെ നിയന്ത്രണത്തിൽ ആ പാർട്ടി പോയി. ഇന്ന് ക്രിമിനലുകൾ അവരെ പൂർണ്ണമായിട്ടും ഭീഷണിപ്പെടുത്തുന്ന ഒരു അവസ്ഥ വന്നു ചേർന്നുണ്ട്. CPM ആ നിലയിലുള്ള ഒരു വലിയ പ്രതിസന്ധി, അവർ ചെന്നുപോട്ട പ്രതിസന്ധിയുടെ ആഴങ്ങളെ വ്യക്തമാക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ വടകരയിലെ വിധിയിൽ ഒരു വിഷയം ഇത് തന്നെയായിരുന്നല്ലോ. ഈ ഹൈക്കോടതി വിധിക്ക് ശേഷം നടന്ന തിരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു. അപ്പോൾ അത് വടകരയിൽ ഒരു ഘടകമായിട്ടുണ്ട്. വേറെയും പ്രചാരണത്തിൻ്റെ രീതികളടക്കം പിന്നീട് വിമർശിക്കപ്പെടുകയും അതിന്മേൽ ചർച്ചകൾ ഉണ്ടാകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വടകരയും ഒരു പാഠമായിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് ശ്രീ എൻ പി ചെക്കുട്ടി? അല്ല, തീർച്ചയായും. യഥാർത്ഥത്തിൽ ഞാൻ ചോദിക്കട്ടെ, പിന്നെ കെ ശൈലജ ടീച്ചറെ വടകരയിൽ കൊണ്ടുവന്നിട്ട് അവർക്ക് വിജയിക്കാൻ കഴിയില്ല. അവരുടെ ഒരു പൊളിറ്റിക്കൽ കലിബർ നോക്കിയാൽ, അവർക്ക് ജനസമ്മതി നോക്കിയാൽ, അവരുടെ റെക്കോർഡ് നോക്കിയാൽ നല്ല നിലയിൽ വിജയിക്കാൻ സാധ്യതയുള്ള ഒരു കാൻഡിഡേറ്റ് ആയിട്ട് പോലും വടകരയിൽ വിജയിച്ചില്ല. എന്തുകൊണ്ട്? വടകരയിൽ അവർ ചെന്നുപെട്ടിരിക്കുന്ന പ്രതിസന്ധി, ചന്ദ്രശേഖരൻ വധത്തിന് ശേഷം CPM ജനങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ട ആ ഒരു അന്തരീക്ഷം, അത് അതീവ ഗുരുതരമാണ്. കാരണം പാർട്ടിക്ക് ഇന്നുവരെ ജനങ്ങളോട് ആ കാര്യത്തിൽ തങ്ങളുടെ നിലപാട് വിശദീകരിക്കാൻ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു, എന്തുകൊണ്ട് ഈ തരത്തിലൊരു രാഷ്ട്രീയ പ്രവർത്തകനെ, ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിനെ ഹിംസിച്ചു കളഞ്ഞു എന്ന് അവർക്ക് വിശദീകരിക്കാൻ കഴിയുന്നില്ല. അവർ പറയുന്നത് ഏതോ പൂക്കടയിൽ ഇരുന്ന ആൾ ആലോചിച്ചിട്ട് കൊന്നു കളഞ്ഞു എന്നാണ്. പൂക്കടക്കാരൻ എന്താ ആവശ്യം ചന്ദ്രശേഖരനായിട്ട് കൊലപാതകം നടത്തേണ്ട കാര്യം ആൾ? എന്തുകൊണ്ടാണ് ഈ കൊലക്കേസിൽ പ്രതിയായിട്ട് ശിക്ഷിക്കപ്പെട്ട ആളെ എന്തുകൊണ്ടാണ് അവർ പാനൂർ ഏരിയ കമ്മിറ്റി നിലനിർത്തിയത്? കുഞ്ഞനന്ദനെ അവർ
അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടതിന് ശേഷവും പാനൂർ ഏരിയ കമ്മിറ്റിയിൽ നിലനിർത്തി എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ആ നിലയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ CPM സംബന്ധിച്ചോളം അവർ ഈ മലബാർ പ്രദേശത്ത്, വടകരയിൽ മാത്രമല്ല മലബാർ പ്രദേശത്ത് മുഴുക്കെ തന്നെ CPM സംബന്ധിച്ച് വളരെ ഗുരുതരമായ പ്രതിസന്ധിയുണ്ട്. വടകരയിൽ അവർ ആ സന്ദേശം അവർക്ക് മനസ്സിലായിട്ടില്ല. വടകരയിലെ ജനങ്ങളുടെ മെൻറ്റാലിറ്റി, അവർ പറയുന്ന സന്ദേശം CPM മനസ്സിലാവായിട്ടല്ല. പക്ഷേ ഒരു നിവൃത്തിയുമില്ല. കാരണം ഇങ്ങനെയുള്ള അക്രമങ്ങളാണ് അവർ കാണിച്ചത്. മുൻകാലങ്ങളിൽ അവർ ചെയ്തു കൂട്ടിയ അവരുടെ പാർട്ടി സംവിധാനത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ക്രിമിനലുകൾക്ക് രാഷ്ട്രീയ പ്രവർത്തനം ഏൽപ്പിച്ചു കൊടുത്ത അവരുടെ പ്രവർത്തന രീതി ഉണ്ടല്ലോ, ആ പ്രവർത്തന രീതിക്ക് ഉത്തരവാദിത്തമായുള്ള ആളുകൾ ഇപ്പോഴും പുറത്തു നിൽക്കുന്നുണ്ട്. ആ പുറത്തു നിൽക്കുന്ന ആളുകൾക്കെതിരായി ഞങ്ങൾ ചിലത് തുറന്നു പറയും എന്നാണ് ഇപ്പോഴുള്ള ഭീഷണി. ആ ഭീഷണിയാണ് അവരെ ഭയപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് അവർ ഇത്തരം നീക്കങ്ങൾ നടത്തിയത്. തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തന രീതി അവസാനിപ്പിക്കാൻ അവർ തയ്യാറാടും. അല്ലെങ്കിൽ ഒരിക്കലും അവർക്കും രക്ഷയുണ്ടാവില്ല, കേരളീയ സമൂഹത്തിന് രക്ഷയുണ്ടാവില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.